കുട്ടികളായാലും ആരായാലും നമുക്കില്ലാത്ത ഒരുപാട് അറിവുകളും കഴിവുകളും നമ്മൾ ഞെട്ടിപ്പോവും. ഇപ്പം നമുക്കൊക്കെ പറയാം, നമ്മളൊക്കെ ഇപ്പം ഞാൻ എൻ്റെ ഒരു അനുഭവത്തിൽ ഞാൻ പണ്ട് പ്രീ ഡിഗ്രിക്ക് പഠിക്കുമ്പോൾ പുറത്തി എന്ന് പറയുന്ന ഒരു കവിത സിലബസിലുണ്ട്. അന്ന് സത്യം പറയാം, അതിലൊരു അതിമനോഹരമായ ഒരു ബിംബകൽപ്പനയുണ്ട്. കടമനിട്ടയുടെ അതിമനോഹരമായ ശബ്ദത്തിൽ കരിയിലാഞ്ചി വള്ളി പോലെ ഉറത്തിയെത്തുന്നു. സത്യം പറയുവെച്ചാൽ അന്ന് എന്താന്ന് എനിക്ക് മനസ്സിലായില്ല, എന്നെ പഠിപ്പിച്ച മാഷ് മനസ്സിലായിരുന്നു എങ്കിൽ അദ്ദേഹം എന്താണ് കരിയിലാഞ്ചി വള്ളിയും എന്താണ് കുറത്തിയിൽ എങ്ങനെയാണ് ഈ ബിംബത്തെ കടമനിട്ട അവതരിപ്പിച്ചതെന്ന് പറയുമായിരുന്നു. വർഷങ്ങളേറെ കഴിഞ്ഞു ഞാൻ അധ്യാപകനായി കോഴിക്കോട് ഗണപതി ഗേൾസ് ഹയർ സെക്കൻഡറി സ്കൂളിലെ അധ്യാപകനായിരുന്ന സമയത്ത് കുറെ മുമ്പ് 2004-05 ആ സ്കൂളിലെ 2 കുട്ടികൾക്ക് സംസ്ഥാന ഗവൺമെന്റിന്റെ ഒരു പരിസ്ഥിതി ക്യാമ്പിൽ പങ്കെടുക്കാൻ തെരഞ്ഞെടുത്തു. സ്റ്റേറ്റ് വൈഡാണ്, ആകെ 60-70 കുട്ടികളെയാണ് സ്റ്റേറ്റിൽ നിന്ന് തെരഞ്ഞെടുത്തത്. അതിൽ 2 കുട്ടികളെ തെരഞ്ഞെടുത്തത് കോഴിക്കോട് ഗണപതി ഗേൾസ് ഹയർ സെക്കൻഡറി സ്കൂൾ കുട്ടികളാണ്. അങ്ങനെ ഈ കുട്ടികളെ കൊണ്ട് ഒരു അധ്യാപകൻ അനുഗമിക്കണം. പെൺകുട്ടികളായതുകൊണ്ട് ഞങ്ങളൊക്കെ തൽക്കാലം ലേഡി ടീച്ചേഴ്സ് ആകുമ്പോൾ ആരും പോകാൻ തയ്യാറായില്ല. അവസാനം ഞാൻ തന്നെ അത് ഏറ്റെടുത്തു. അങ്ങനെ ഞാൻ പോയി. അവിടെ ക്ലാസ്സുകളൊക്കെ ഉണ്ട്. കുറെ കഴിഞ്ഞാൽ അവിടെ ആദിവാസി മൂപ്പരുടെ കൂടെ നമ്മൾ കാട് കാണാൻ പോകും. ആ സമയത്ത് അവരുടെ ഭാഷ അറിയാം, നമ്മളെ യഥാർത്ഥ മലയാളം പോലെയുള്ള. എന്നാലും അങ്ങനെ ഓരോ കാര്യം കാണുമ്പോഴും ഇതെന്താണ് അതെന്താണ് എന്താണെന്ന് ഇദ്ദേഹം വിശദീകരിക്കും. അങ്ങനെ പറഞ്ഞു പോകുന്ന കൂട്ടത്തിൽ ഒരു വള്ളി കണ്ടപ്പോഴാണ് പറഞ്ഞത്, ആ കാരലഞ്ചലി. ഞാൻ ചോദിച്ചെന്താ കാരലഞ്ചലി? ഞാൻ പണ്ട് പ്രീ ഡിഗ്രിക്ക് പഠിക്കുമ്പോൾ എൻ്റെ ഉള്ളിലുള്ള ഒരു സാധനമാണ് കരിയിലാഞ്ചി വള്ളി. ഞാൻ ചോദിച്ചു, അടുത്ത് ഈ വള്ളിയുടെ പ്രത്യേകത എന്താ? അത് ഈ വള്ളി ഏതെങ്കിലും ഒരു മരത്തിന്റെ മുകളിൽ ചുറ്റിയാണ് ആ മരം നിങ്ങൾ എത്ര ഈർച്ചവാള് കൊണ്ട് ഈർന്നാലും അതിന്റെ ഉള്ളിന്റെ ഉള്ളിൽ ഇത് പടർന്ന അടയാളം. ഇനി ആ വള്ളി ഏത് മരത്തിന്റെ മുകളിലാണോ പടർന്നത് ആ മരത്തിന്റെ സാധനാവും ഈ വള്ളി. വള്ളി നിങ്ങൾ ഈർന്നിട്ട് നോക്കിയാൽ ചന്ദനത്തിന്റെ മുകളിലാണ് ഈ വള്ളി ഈർന്നാൽ നിങ്ങൾക്ക് ചന്ദനാന്ന് തോന്നും. കരിവീട്ടിയാണെങ്കിൽ നിങ്ങൾക്ക് ഇത് കരിവീട്ടിയായിട്ട് തോന്നും. ഞാൻ ആ സമയത്താണ് കടമനിട്ട ഒരുപാട് പേരാൽ ലൈംഗികപരമായി പീഡിക്കപ്പെട്ട